മലയാളികൾക്ക് പരിചിതയായ നടിയാണ് സ്നേഹ ശ്രീകുമാർ. ആക്ഷേപഹാസ്യ പരമ്പരയായ മറിമായത്തിലൂടെയാണ് സ്നേഹയെ മലയാളികൾ പരിചയപ്പെടുന്നത്. മറിമായത്തിലെ മണ്ടോദരിയായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുകയായിരുന്നു സ്നേഹ. തമാശ അവതരിപ്പിക്കാനുള്ള സ്നേഹയുടെ കഴിവ് തുടക്കത്തിൽ തന്നെ കയ്യടി നേടി. അഭിനയത്തിന് പുറമെ നൃത്തത്തിലും മികവ് തെളിയിച്ചിട്ടുണ്ട് സ്നേഹ. ഭർത്താവും മകനും മാത്രമല്ല, വളർത്തുമൃഗമായ ഓസ്കറും ഇന്ന് ആരാധകർക്ക് സുപരിചിതരാണ്. ഇപ്പോഴിതാ തൻ്റെ മകനെക്കുറിച്ചുള്ള സ്നേഹയുടെ മനോഹരമായ കുറിപ്പ് ശ്രദ്ധ നേടുകയാണ്. ശ്രീകുമാറിൻ്റെയും സ്നേഹയുടെയും മകൻ കേദറിൻ്റെ 1ാം ജന്മദിനമാണിന്ന്. അതിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടാണ് സ്നേഹ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. കുറിപ്പ് വൈറലായി മാറുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഈ സമയത്ത് താൻ ലേബർ റൂമിൽ വേദന തുടങ്ങി കിടക്കുകയായിരുന്നു എന്നാണ് സ്നേഹ കുറിപ്പിൽ പറയുന്നത്. ഇപ്പോഴും തനിക്ക് ദൈവത്തിൻ്റെ മുഖം സൂസൻ ഡോക്ടറുടേതാണെന്നാണ് സ്നേഹ പറയുന്നത്. താരത്തിൻ്റെ വാക്കുകൾ: കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഈ സമയത്ത് ലേബർ റൂമിൽ വേദന തുടങ്ങി കിടക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് വാവയെ കിട്ടും വരെയുള്ള സമയം വേദനയും ചെറിയ പേടിയും ഒക്കെയായി മുന്നോട്ട് പോയി. ഇപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ മുഖം സൂസൻ ഡോക്ടറിൻ്റെയാണ്. മോനെ എന്നെ കാണിക്കാൻ കൊണ്ടുവന്നപ്പോൾ ഒരു പീക്കിരി. പിന്നീടുള്ള ദിവസങ്ങൾ ഇന്ന് വരെയും ഓരോ അനുഭവങ്ങളായിരുന്നു. ഇന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള ദിവസങ്ങൾ. ഞാൻ അമ്മയായിട്ട് ഇന്നേക്ക് 1 വർഷം. എൻ്റെ കേദറിന് ഇന്ന് 1 വയസ്സ് എന്നാണ് സ്നേഹ പറയുന്നത്. സ്നേഹയും ഭർത്താവ് ശ്രീകുമാറും മലയാളികൾക്ക് സുപരിചിതരായ താരദമ്പതിമാരാണ്. ഇരുവരും മറിമായത്തിലൂടെയാണ് താരങ്ങളാകുന്നത്. 2019-ലായിരുന്നു സ്നേഹയുടെയും ശ്രീകുമാറിൻ്റെയും വിവാഹം. സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് ഇരുവരും. ശ്രീകുമാറിൻ്റെ സംഗീതവും സ്നേഹയുടെ ഡാൻസുമെല്ലാം ഇരുവരുടെയും യൂട്യൂബ് ചാനലിൽ ആരാധകർക്കായി ഇരുവരും പങ്കുവയ്ക്കാറുണ്ട്. അതേസമയം താങ്കളുടെ മകൻ കേദറിന് വേണ്ടി സ്നേഹയ്ക്കും ശ്രീകുമാറിനും 4 വർഷം കാത്തിരിക്കേണ്ടി വന്നിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ 2023 സ്നേഹ കേദറിന് ജന്മം നൽകുകയായിരുന്നു. കഥകളിയും ഓട്ടൻതുള്ളലും അഭ്യസിച്ചിട്ടുള്ള സ്നേഹ അമേച്ചർ നാടകത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. മറിമായത്തിലൂടെയാണ് കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിയത്. നിരവധി സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട്.